ഇനി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവ് മരിച്ചത് കോളറ ബാധയെ തുടർന്നെന്ന് സംശയം. ഭിന്നശേഷി ഹോസ്റ്റലിലെ 26 വയസ്സുകാരൻ അനു വെള്ളിയാഴ്ചയാണ് മരിച്ചത്. അനുവിന് ഛർദിയും വയറിളക്കവും ഉണ്ടായിരുന്നു. വിശദമായ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അല്പം ആശങ്കയുണ്ടാക്കുന്നൊരു വാർത്തയാണ്. കോളറയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അതോ സംശയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ? അൻകുമാർ, ഇപ്പോൾ മരിച്ച അനുവിന് കോളറ സ്ഥിരീകരിച്ചില്ല, സംശയമാണ്. കാരണം ഒരു ഭിന്നശേഷി കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ ഒരു കുട്ടിക്ക് 13 വയസ്സുള്ള മറ്റൊരു കുട്ടിക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് തിരുവനന്തപുരം SIT-യിൽ. ഒപ്പം തന്നെ 8 കുട്ടികളുമുണ്ട്. മറ്റു കുട്ടികൾക്കൊന്നും കോളറ സ്ഥിരീകരിച്ചില്ല. പക്ഷേ കോളറ ലക്ഷണങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 26-കാരനായ അനു മരിച്ചത്. അനുവിന് കോളറ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അനുവിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ DMO പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും അവിടെ പരിശോധന നടത്തി ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും ഒപ്പം DMO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ ഹോസ്റ്റലിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അത്ര ആശങ്കാജനകമല്ല. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ അത്ര ആശങ്കാജനകമല്ല അവരുടെ സ്ഥിതി എന്നാണ് ഇപ്പോൾ ഒടുവിൽ ആരോഗ്യവകുപ്പിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, ഭിന്നശേഷി ഹോസ്റ്റലിലെ 26 വയസ്സുകാരൻ്റെ അനുവാണ് നെയ്യാറ്റിൻകരയിൽ മരിച്ചത്. കോളറ ബാധിച്ച് മരിച്ചു എന്നതാണ് സംശയം. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത പരിശോധന അവിടെ വേണ്ടിവരും. മാത്രമല്ല, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ആ പരിസര പ്രദേശത്തുള്ളവർ കുടിക്കുക. വെള്ളത്തിലൂടെ അത് പകരാനുള്ള സാധ്യത കൂടുതലാണ്. വിബ്രിയോ കോളറ സൂക്ഷിക്കുക, ജാഗ്രത.